ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ഒരു ടൗണിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന നമ്മൾ ഇതുവരെ കാണാത്ത ഒരു എലിവേഷനോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. നല്ല ഭംഗിയിൽ തന്നെയാണ് എലിവേഷൻ. ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈൻ വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റുകളാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി 5 മീറ്ററോളം വീതി വരുന്ന റോഡ് നമുക്ക് കാണാം. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 2 സൈഡിലും ഫോൾഡിംഗ് ഗേറ്റ് കൂടാതെ സെൻട്രലായി നമുക്ക് ഡയറക്റ്റ് കയറാവുന്ന രീതിയിൽ ഒരു സിംഗിൾ ഡോറോടുകൂടി വരുന്ന ഗേറ്റും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തായി നമുക്ക് 2 വണ്ടിയോളം പാർക്ക് ചെയ്യാം. 5 സെൻറ്റിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന മനോഹരമായൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ലഭ്യമാവുക. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഈ കാണുന്ന ഭാഗത്താണ്, തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ്. വാസ്തുപ്രകാരം ശരിയാക്കുന്നതിന് വേണ്ടിയാണ് അത് കെട്ടിത്തിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം. കിഴക്കോട്ടാണ് ഡയറക്ഷൻ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് മൊറോക്കൻ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെയെല്ലാം ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. യൂറോപ്യനും അറേബ്യൻ സ്റ്റൈലും മിക്സ് ചെയ്തു വരുന്ന രീതിയിലാണ് ഇവിടെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കയറി വരുന്നത് ലിവിംഗ് ഹോളിലേക്കാണ്. അതൊരു ഡബിൾ ഹൈറ്റോട് കൂടി വരുന്ന ലിവിംഗ് ഹോൾ തന്നെയാണ്. ഇവിടെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലും വരുന്ന മൊറോക്കൻ ടൈലുകൾ കൂടാതെ ഗ്ലോസി ടൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. കാക്കനാടിനടുത്തുള്ള പുക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നിന്നും എറണാകുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളിൽ വന്നെത്തി നിൽക്കുകയാണ്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 10-12 ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു ഡോർ പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് പോവേണ്ടത്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കിച്ചൺ തന്നെയാണ്. വിശാലമായൊരു കിച്ചൺ തന്നെ ഇവിടെ കാണാൻ കഴിയും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഗ്രീൻ ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. 2 ഭിത്തിയിലും നീളത്തിലുള്ള വിൻഡോ എല്ലാം വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കും. ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ പുറത്തായി നമുക്ക് വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളുടെയും അളവ് വരുന്നത്. എല്ലാത്തിലും ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതിനും അത്യാവശ്യം വലിപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. 2 ഭിത്തിയിലും വിൻഡോയും ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം എല്ലാ ഭാഗത്തും കാണാം. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ബഡ്ജറ്റിൻ്റെ വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ല രീതിയിലുള്ള ഒരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്
ഇരുമ്പിലും വുഡിലുമാണ്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ ലഭിക്കാവുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റെയർ കേസ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്നത് ഈ ഒരു ഭാഗത്തായി ഒരു ലാൻഡിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു നീളത്തിൽ വരുന്ന ലാൻഡിംഗ് തന്നെയാണ് അവിടെ ലഭ്യമാവുക. നല്ല ഡബിൾ ഹൈറ്റോടുകൂടി വരുന്നൊരു ഡൈനിങ് ഹാൾ ഏരിയയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് എത്താം. നീളത്തിൽ വരുന്നൊരു ഹോളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. മുകളിലെ നിലയിലായി 2 ബെഡ്റൂമും സ്റ്റഡി റൂമും ബാൽക്കണിയുമാണ് ലഭ്യമാവുന്നത്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്കെല്ലാം പോയി നോക്കാം. ഈ കാണുന്ന ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണോടുകൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ബെഡ്റൂമാണ്. നല്ലൊരു വെറൈറ്റി രീതിയിലാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. 100% ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് നിർമ്മാണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലാണ് വന്നെത്തി നിൽക്കുന്നത്. എല്ലാ ബെഡ്റൂമിനും വിശാലമായ ബാത്റൂമുകൾ ലഭ്യമാണ്. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും സ്റ്റഡി റൂമിലേക്കോ അല്ലെങ്കിൽ ബാൽക്കണിയിലേക്കോ പോകാനുള്ളത്. സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന റൂം നമുക്ക് വേണമെങ്കിൽ TV റൂമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ റൂമിലേക്കും നമുക്കിനി പോകാനുണ്ട്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇവിടെ ഈ ഭാഗത്താണ് ആ ഒരു റൂം വരുന്നത്. എറണാകുളം ജില്ലയുടെ കാക്കനാടിൽ നിന്നും 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി പുക്കാട്ടുപടിക്കടുത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2350 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,25,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.